അങ്ങനെ നമ്മുടെ രേണു സുധിയുടെ വിശേഷവും ഇല്ലാത്ത എന്ത് വീഡിയോ അല്ലേ. ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും രേണു സുധിയുടെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ ആളുകൾക്ക് വല്ലാത്ത ശ്വാസമുട്ടാണ്. കുറച്ചധികം ആളുകൾക്ക് നമ്മളെ തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ രേണു സുധിയുടെ വീഡിയോ കാണണം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചധികം ആളുകൾക്ക് എന്റർടൈൻമെന്റ് തന്നെയാണ് രേണു സുധിയുടെ വീഡിയോ. പക്ഷെ പലരും അത് തുറന്നു പറയുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല വീഡിയോസുകൾ, അതായത് റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ല. അതേസമയം ഈ പറയുന്ന രേണു സുധിയെ 10 തെറി വിളിച്ചാലും ശരി തന്നെയാണ്, അവിടെ ചെവി കൊടുക്കാനായിട്ട് ആളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രേണു സുധിയുടെ വീഡിയോയ്ക്ക് ഇത്രയധികം റീച്ച് ഉണ്ടാവുന്നതും ആളുകൾ കൂടുതൽ രേണു സുധിയുടെ വീഡിയോ ഇടാനായിട്ട് മുന്നോട്ട് വരുന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രേണു സുധിയെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇട്ടത് കാണുകയും വേണം, നമ്മളെ 10 തെറി വിളിക്കുകയും വേണം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും രേണു സുധിയുടെ നല്ല 1-2 ഷോർട്സ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടെ ഇന്ന് അത് എടുത്തിട്ട് പറയണമെന്ന് തോന്നിയത്. അപ്പോൾ ഒരാൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും, മോശം ചെയ്താൽ മോശം എന്ന് പറയും. ഒട്ടും ഒരു തർക്കവും വേണ്ട ആ ഒരു കാര്യത്തിൽ. എന്തായാലും ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തിയുടെ ഒരു ഫാഷൻ ഷോ ആണ്. പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്, നല്ല മയിൽപ്പീലി കൊണ്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ച, അല്ലെങ്കിൽ നല്ല മയിൽപ്പീലി കൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് പുള്ളിക്കാരത്തി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിച്ച ആ ഒരു കോസ്റ്റ്യൂംസ് ആണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂംസ് ഇട്ടിട്ടാണ് പുള്ളിക്കാരത്തി ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് മൊമെന്റോ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് രേണുവിൻ്റെ ഒരു ഇതുപോലെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ആ ഒരു ഫാഷൻ ഷോയെ പറ്റിയിട്ട് അന്ന് ഭയങ്കര വിവാദമായതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അതിനകത്ത് ഈ ഒരു പുള്ളിക്കാരത്തി ഇട്ടിരുന്ന ആ ഒരു കോസ്റ്റ്യൂംസ് മലയാള മങ്ക എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതൊരു 1.5 മലയാള മങ്ക ആയിപ്പോയി. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ഒരു കോസ്റ്റ്യൂംസ് വളരെ വെറൈറ്റി ആയിട്ട് വേണം, ഇന്നതുപോലെ ഇന്ന രീതിയിൽ വേണം കോസ്റ്റ്യൂംസ് ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുധി തന്നെയാണ് അത്തരത്തിലൊരു കോസ്റ്റ്യൂംസ് തയ്യാറാക്കിപ്പിച്ചത് എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് രേണു സുധി പറഞ്ഞത് പ്രകാരമാണ് അത്തരത്തിലൊരു കോസ്റ്റ്യൂംസ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതും ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ് തന്നെ ചെയ്യിപ്പിച്ചതാണ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കോസ്റ്റ്യൂംസ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു കോസ്റ്റ്യൂംസിലും പിന്നീട് ആ ഒരു പുള്ളിക്കാരത്തിയുടെ മേക്കപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ നെഗറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഫാഷൻ ഷോ പോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരത്തിയെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു പുള്ളിക്കാരത്തിക്ക് ഒരു അവാർഡ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കൊച്ചിനേക്കാൾ കൂടുതൽ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ എന്നിട്ടും ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം പങ്കെടുപ്പിച്ച ഒരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാനായിട്ട് വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് വെച്ചിട്ട് ഗിന്നസ് റെക്കോർഡിൻ്റെ ഒരു മത്സരം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദിവ്യ ഉണ്ണിയെ മുൻനിർത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഗിന്നസ് റെക്കോർഡിൻ്റെ ഡാൻസിൻ്റെ കൊറിയോഗ്രഫിയും സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ദിവ്യ ഉണ്ണി തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാൻസ് തന്നെയാണ്. ആ ഒരു ഡാൻസ് ചെയ്തതാണെങ്കിലോ 10,000 കണക്കിന് കുട്ടികളുമാണ്. പക്ഷേ ആ ഒരു കൊറിയോഗ്രഫി ചെയ്ത ടീച്ചർക്ക് തന്നെയാണ് ആ ഒരു ഗിന്നസ് റെക്കോർഡിന്റെ അവാർഡ് കിട്ടിയത്. ബാക്കിയുള്ളവരൊക്കെ മത്സരത്തിൽ പങ്കെടുത്ത് വെറും അതാണ് ഇവിടെ നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടേക്കൂ. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരത്തി ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് പോയിരിക്കുകയാണ്. ചേർത്തലയിലാണ് പോയിട്ടുള്ളത് ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് തന്നെയാണ് ഈ ഒരു പുള്ളിക്കാരത്തി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയുണ്ട് മേക്കപ്പ് സംഭവങ്ങളൊക്കെ. പക്ഷേ ലിപ്സ്റ്റിക്ക് അതിൻ്റെ കളർ കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നെഗറ്റീവിലൂടെ ആണെങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി. ഇപ്പോഴെന്നല്ല, കുറച്ച് കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവർ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും ഇടുന്ന വീഡിയോയ്ക്കൊക്കെ മറുപടി കൊടുക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് മാത്രമേ നേരം ഉണ്ടാവൂ.
അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവർ ഒട്ടുമിക്ക കാര്യങ്ങളും നോക്കാറില്ല, കാണാറില്ല, അവർക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കൂട്ടുകാരി സജീന ഇവരുടെ കൂടെ കൂടിയതിന് ശേഷം മാത്രമാണ് ഇവർ ഇതുപോലെ ഗോസിപ്പുകളുടെയൊക്കെ പിന്നാലെ പ്രതികരണവുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കൂടുതലായിട്ട് ഏറിൽ കയറേണ്ടി വന്നതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റുള്ളവരിടുന്ന വീഡിയോയ്ക്കൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവും. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് മാന്തി കീറും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ബെസ്റ്റ് ഓഫ് ലക്ക് എന്നേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ 2 വീഡിയോ കണ്ടതിൽ എനിക്ക് കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരത്തിയുടെ വിമർശനങ്ങൾ കേൾക്കാനായിട്ട് കാതുകൂർപ്പിച്ചിരിക്കുന്ന ആളുകളോട് തൽക്കാലം ക്ഷമയോടുകൂടി ഇരിക്കൂ എന്നേ പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.